നാളെ കറങ്ങാൻ വരൂ നീ. നമുക്കൊന്ന് മറൈൻ ഡ്രൈവിൽ പോയി വരാം. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് മഹേഷിൻ്റെ കൈ പിടിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് അവൻ മീനയോടത് ചോദിച്ചത്. നാളെ ശനിയാഴ്ചയല്ലേ? ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമുക്ക് മറൈൻ ഡ്രൈവിൽ പിന്നീട് എപ്പോഴെങ്കിലും പോകാം. മീനയ്ക്ക് അവൻ്റെ കൂടെ പുറത്ത് കറങ്ങാൻ പോകാൻ മടി തോന്നി. ഞാൻ എപ്പോൾ വിളിച്ചാലും നിനക്ക് എൻ്റെ കൂടെ എവിടേക്കും വരാൻ ഒരു താല്പര്യമില്ലല്ലോ മീനു, അവൻ പരിഭവിച്ചു. വെറുതെ എന്തിനാ ഇപ്പോഴേ കറങ്ങുന്നത്? എൻ്റെ പഠിത്തം പോലും കഴിഞ്ഞിട്ടില്ല. കോളേജിൻ്റെ മുന്നിൽ വെച്ച് കാണുന്നതും ഒരുമിച്ച് നടക്കുന്നതും തന്നെ പേടിച്ചാണ്. പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ അന്നത്തോടെ നിൽക്കും എൻ്റെ പഠിപ്പ്. ഇവിടെ നിന്നെ പരിചയമുള്ള ആരുണ്ടെന്നാ? നിന്റെ വീടങ്ങ് കോട്ടയത്തല്ലേ? ഈ എറണാകുളത്ത് നിന്നെ ആരും അറിയില്ല. നിന്നെ കാണാൻ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ജോലി പോലും കളഞ്ഞ് നിന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടെ ഇങ്ങനെ ഓടി വരുന്നത്. അപ്പോൾ നീ ഇങ്ങനെ തന്നെ പറയണം എന്നോട്. എന്നെ വിഷമിപ്പിക്കില്ലേ മഹി. മഹിയുടെ കൂടെ വരാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പേടിയായതുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം എനിക്കൊരു ജോലി കിട്ടിയിട്ട് നീ വീട്ടിൽ വന്ന് ചോദിക്കുക. അതിനുശേഷം മതി നമുക്ക് കറങ്ങാൻ പോകുന്നതൊക്കെ. അതാകുമ്പോൾ ആരെയും പേടിക്കാതെ പുറത്തു പോകാം. മീനു പറഞ്ഞതൊന്നും അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ വന്നേ പറ്റൂ, മഹേഷ് നിർബന്ധം പിടിച്ചു. നീ എന്തിനാ മഹി എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? വെറുതെ വാശി പിടിക്കണ്ട. എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മീനു ഒഴിയാൻ ശ്രമിച്ചു. നിന്നോട് കുറച്ച് സമയം സംസാരിച്ചിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് മറൈൻ ഡ്രൈവിൽ പോകാമോ എന്ന് ഞാൻ ചോദിച്ചത്. കുറച്ച് സമയം എൻ്റെ കൂടെ ഇരുന്നിട്ട് നീ വീട്ടിലേക്ക് പോയിക്കോ. എന്നോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നീ വരണം മീനു. നാളെ ഞാൻ നിന്നെ കാത്തിരിക്കും. ഇടർച്ചയോടെ അവനത് പറയുമ്പോൾ മീനുവിൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തില്ലേ മഹി? പേടിച്ചിട്ടല്ലേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്? അവൾ പറഞ്ഞു. മറൈൻ ഡ്രൈവിൽ ഒരുപാട് ആളുകളുണ്ടാകും. അല്ലെങ്കിൽ തന്നെ കുറച്ച് സമയം ഒന്ന് അവിടെ പോയിരുന്ന് സംസാരിച്ചെന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ വന്നാൽ മതി, അല്ലെങ്കിൽ നീ എന്നെ കാണില്ല. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈവിട്ട് ബസ് സ്റ്റോപ്പിനടുത്ത് നിർത്തിയിട്ടിരുന്ന തൻ്റെ കാറിൽ കയറി ഓടിച്ചുപോയി. മഹിയുടെ പ്രവൃത്തിയിൽ മീനുവിന് വല്ലാതെ സങ്കടമായി. PG 2ാം വർഷ വിദ്യാർത്ഥിനിയാണവൾ. കോട്ടയത്താണ് വീട്. PG പഠിക്കുന്നത് എറണാകുളത്തൊരു സ്വകാര്യ കോളേജിലാണ്. അതിൻ്റെ കുറച്ച് അടുത്തുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നാണ് മീനു ദിവസവും കോളേജിൽ പോയി വരുന്നത്. മഹിയുടെ സുഹൃത്തിൻ്റെ ഒരനിയൻ ആ കോളേജിൽ മുമ്പ് പഠിച്ചിരുന്നു. അവൻ്റെ കൂടെ എന്തോ ആവശ്യത്തിന് മഹി അവിടെ വരുമ്പോഴാണ് ഇരുവരും തമ്മിൽ കാണുന്നതും മഹിക്ക് മീനുവിനെ ഇഷ്ടമാകുന്നതും. തുടർന്ന് അവളുടെ പുറകെ നടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അവളെ വളച്ചെടുത്തത്. മഹി ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. മീനുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിച്ചെങ്കിലും അവളുടെ വിരൽത്തുമ്പിലൊന്ന് തൊടാൻ പോലും അവൾ സമ്മതിക്കുമായിരുന്നില്ല. 1 വർഷം കഴിഞ്ഞാണ് കൈപിടിച്ച് നടക്കാനെങ്കിലും അവൾ സമ്മതം നൽകിയത്. പുറത്തേക്ക് കറങ്ങാൻ വിളിച്ചാലും അവൾ കൂടെ പോകില്ല. എല്ലാത്തിനും എപ്പോഴും റെസ്ട്രിക്ഷൻസ് വയ്ക്കുമായിരുന്നു. ഇത്തവണ മഹിക്ക് അവളെ കറങ്ങാൻ കൂടെ കൊണ്ടുപോകണമെന്ന് ഒരേ വാശിയായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി അവൻ അവളെ വിളിച്ചില്ല. മീനു അങ്ങോട്ട് വിളിച്ചിട്ടും മഹി വാശി കാരണം കോൾ അറ്റൻഡ് ചെയ്തില്ല. പിറ്റേന്ന് രാവിലെ അവൻ അവൾ വരുമോ എന്നറിയാൻ വേണ്ടി മറൈൻ ഡ്രൈവിൽ പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. രാവിലെ 10 മണിയോടെ മഹി മറൈൻ ഡ്രൈവിൽ എത്തിച്ചേർന്നു. അവൻ തൻ്റെ കാർ ഒതുക്കി നിർത്തിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കുമ്പോൾ ഒരു ബസ് വന്ന് അവിടെ നിൽക്കുന്നതും അതിൽ നിന്ന് മീനു ഇറങ്ങുന്നതും അവൻ കണ്ടു. അവളെ കണ്ടതും മഹിയുടെ ചുണ്ടിൽ ഒരു ചിരിയൂറി. മീനുവിൻ്റെ മുഖത്ത് നിറയെ പരിഭവമാണ്. മഹി, എന്താ എൻ്റെ ഫോൺ എടുക്കാത്തത്? നീ കോൾ എടുക്കാതെ ആയപ്പോൾ ഞാൻ എന്ത് വിഷമിച്ചെന്നറിയോ? പിണക്കത്തോടെ അവൾ പറഞ്ഞു. സോറി ഡിയർ, നീ വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല. അത് പറഞ്ഞത് മതി അവളുടെ കൈ പിടിച്ച് മറൈൻ ഡ്രൈവിലേക്ക് നടന്നു. അവിടെ ആളൊഴിഞ്ഞ ഒരു കോണിലെ ബെഞ്ചിൽ പോയിരുന്നു ഇരുവരും. അവിടെ പല ഭാഗങ്ങളിലായി ഓരോ കുട ചൂടി കപ്പിൾസ് ഇരിക്കുന്നത് അവർ കണ്ടു. ഇതെന്താ മഹി, അവരൊക്കെ കുട പിടിച്ചിരിക്കുന്നത്? ഇപ്പോൾ മഴയൊന്നുമില്ലല്ലോ. കാര്യം മനസ്സിലാകാതെ മീനു നിഷ്കളങ്കമായി ചോദിച്ചു. നിന്റെ കയ്യിൽ കൂടെ ഉണ്ടോ? അവളുടെ ചോദ്യം കേട്ട് കുസൃതി ചിരിയോടെ അവൻ ചോദിച്ചു. ഉണ്ടല്ലോ. എങ്കിലതെടുത്ത് നിവർത്തി പിടിക്ക്. അവരെന്തിനാ കുട പിടിച്ചിരിക്കുന്നത് എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. മീനുവിന് കാര്യം മനസ്സിലാകാത്തതുകൊണ്ട് അവൾ ബാഗിൽ നിന്നും കുട എടുത്തു പിടിച്ചു. മഹി അവളുടെ കയ്യിൽ നിന്നും കുട വാങ്ങി തങ്ങളെ ആരും കാണാത്ത വിധത്തിൽ പ്രത്യേക രീതിയിൽ പിടിച്ചു. മീനു, ഇങ്ങോട്ട് നോക്ക്. അവൻ വിളിച്ചതും മീനു മുഖം തിരിച്ച് മഹിയെ നോക്കി. എന്താടാ? അവൾ അത് ചോദിച്ചതും മഹിയുടെ മുഖം അടുപ്പിച്ച് അവളുടെ ചുണ്ടുകൾ കവർന്നു. അവൻ്റെ അപ്രതീക്ഷിതമായ ചുംബനത്തിൽ മീനു പകച്ചുപോയി. ആദ്യം അവളൊന്ന് കുതറിയെങ്കിലും അവൻ്റെ കരത്തിനു മുന്നിൽ മീനു നിസ്സഹായിയായി. ആദ്യത്തെ എതിർപ്പ് മാറി അവളും അവൻ്റെ ചുംബനം ആസ്വദിച്ചു. മീനുവിൽ നിന്നും എതിർപ്പില്ലാതെ ആയപ്പോൾ അവന് കൂടുതൽ ഉത്സാഹമായി. മഹി അവളെ ഗാഠമായി പുണർന്ന് മുഖത്തും കവിളിലും കഴുത്തിലുമൊക്കെ തൻ്റെ ചുണ്ടുകൾ അമർത്തി. അവൻ്റെ ആ പ്രവൃത്തി അവളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. അതേസമയം മഹിയുടെ കൈകൾ മീനുവിൻ്റെ നെഞ്ചിലമർന്നു.
ആർത്തിയോടെ അവൻ്റെ കൈകൾ അവളുടെ മാറിനെ ഞെരിച്ചമർത്തി. വിടുമാഹി, ഇതിനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അവൻ്റെ കൈകൾ അവളുടെ മാറിനെ അമർത്തി ഞെരിച്ചപ്പോൾ ഉൾക്കിടലത്തോടെ പിന്നോട്ട് കുതറി മാറി. ഛേ, വൃത്തികേട് കാണിക്കാൻ വേണ്ടിയാണല്ലേ നീ എന്നെ കറങ്ങാൻ വിളിച്ചുകൊണ്ടിരുന്നത്? നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനായിരുന്നോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മാഹി. ഇനി മേലിൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. ഒരു കുടയുടെ മറവിലിരുന്ന് ഇത്തരം വൃത്തികേടുകൾ കാണിക്കാൻ മടിയില്ലാത്ത നീ എന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. പോടപ്പുല്ലേ. അവനെ പിന്നോട്ട് തള്ളി അറപ്പോടെ അവൾ എഴുന്നേറ്റോടി. ആ ബന്ധം അവിടെ മുറിച്ചു കളയാൻ മീനുവിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിരുന്നില്ല. മറ്റെന്തിനേക്കാളും അവൾക്ക് വലുത് സ്വന്തം അഭിമാനം തന്നെയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.